ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് കപ്പയും കൂന്തൽ വരട്ടിയതും പാൽക്കപ്പയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനായിട്ട് അതിനൊരു 1.5 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞെടുത്ത് തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാൽക്കപ്പയാണ് ഉദ്ദേശിക്കുന്നത്, പാൽക്കപ്പയും കൂന്തൽ വരട്ടിയതും. എന്നിട്ട് നമ്മളൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കപ്പ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ട് കൊടുക്കുക. ഇതിൽ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ ഒഴിക്കുന്നതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് വറവോ കാര്യമോ ഒന്നും ഇതിലിടുന്നില്ല. വെറുതെ തേങ്ങാപ്പാലും കപ്പയും മാത്രമാണ്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു 3 കൂക്കൽ, അതായത് 3 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിക്കാൻ എടുത്തോട്ട് വെക്കാം. 3 വിസിലടിച്ച പാടെ തന്നെ കപ്പ നല്ലോണം വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. നല്ല കപ്പയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് കപ്പൻ്റെ പരിപാടി ഇവിടെ ആയി. ഇത്രയും പണിയെങ്കിലും പെട്ടെന്നാവുന്നതാണ് കപ്പ. പാൽക്കപ്പ എന്നെല്ലാവരും പറയുന്നത് കേട്ടിട്ടുള്ളൂ. ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പാൽക്കപ്പക്ക്. ഇടയ്ക്കൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാം. പിന്നെ കുറച്ച് സവാളയും, കുറച്ച് തക്കാളിയും, ഒരു പച്ചമുളകും, ഒരു തുടം എന്ന് പറയാൻ ഒരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട്, കുടംപുളിയാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയും. ഉള്ളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് വഴന്ന് വരട്ടെ. എല്ലാവരും നമ്മളെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് അടിക്കണം. ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ എങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ നിങ്ങൾ മെസ്സേജിൽ അയക്കണം കേട്ടോ. എന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുന്നുണ്ടോ. ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒരു കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമുക്കെല്ലാം കൂടി ഒന്ന് വഴന്ന് വരട്ടെ. തക്കാളി എല്ലാം ഇട്ടൊന്ന് വഴന്ന് വരട്ടെ. അതിലൊക്കെ ഒരു കുടംപുളി ഒരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും ഒന്ന് വഴന്ന് വരട്ടെ. പിന്നെ ഇതിലേക്ക് മസാല എന്ന് പറയാൻ കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ കൂന്തലും ഇട്ട് കൊടുത്തു. നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നില്ല. ആ കൂന്തലിൽ ഇറങ്ങി വന്ന വെള്ളം മാത്രമേ ഉള്ളൂ. വേറെ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൽ തന്നെ ഒത്തിരി വെള്ളമുണ്ട്. കൂന്തലെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും സംഭവം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി കൊടുക്കാം. ഭയങ്കര ടേസ്റ്റിൽ കൂന്തൽ വരട്ടിയത്. മഴക്കാലമൊക്കെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ കപ്പയും കൂന്തൽ വരട്ടിയതൊക്കെ. ഇപ്പോൾ കൂന്തൽ ധാരാളമായിട്ട് വരുന്നുണ്ടല്ലോ. എവിടെ പോയാലും ഇപ്പോൾ കൂന്തല കാണാനുണ്ട്. നല്ല നെയ്യില്ല കൂന്തലും കിട്ടും. കൂന്തൽ 2-3 തരമുണ്ട് കേട്ടോ. ഇത് കുറച്ച് നീളത്തിലുള്ളൊരു ചുവന്ന കളറാണ്. വൈറ്റ് കളർ വരുന്ന കൂന്തലും കണ്ടിട്ടുണ്ട്. പിന്നെ ഒട്ടും ഹൈറ്റ് കുറഞ്ഞൊരു സൈസ് കുള്ളൻ കൂന്തലും കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. അങ്ങനെ നമ്മളെ കൂന്തൽ വരട്ടിയത് കപ്പയും റെഡി ആയിട്ടുണ്ട്.